വ്യക്തികൾ ഉണ്ട്. അതുകൊണ്ട് ഈ തെറ്റായ പ്രചാരങ്ങൾക്ക് അറുതി വരുത്താൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടത്. അപ്പോ ഈ സവർണരായ പണ്ഡിതന്മാരിൽ ചുരുക്കം ചിലർ ആശാന്റെ നേർക്ക് അസൂയയും ജാതി കുശുമ്പും ഒക്കെ കാട്ടിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ സ്വന്തം സമുദായക്കാരായ വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുള്ള അവഹേളനവും ആക്ഷേപവും ഒന്നും അന്യ സമുദായക്കാരിൽ നിന്നും ആശാന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ആശാനെ ആശാനാക്കിയതിൽ ഗുരു കഴിഞ്ഞാൽ നല്ലൊരു പങ്ക് വഹിച്ചത് സവർണരായ പണ്ഡിത ശ്രേഷ്ഠന്മാരായിരുന്നു എന്ന് ജി പ്രിയദർശനൻ സാർ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ തെളിവ് സഹിതം വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവരുടെ പുസ്തകങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആശാന്റെ സ്കൂൾ പഠനകാലം തൊട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. ആശാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് ജന്മനാടായ കായിക്കരയിലെ സ്കൂളിലാണ്. ഇന്നത് ഗവൺമെന്റ് സ്കൂളാണ്. ആശാന്റെ സ്മാരകമായി അതവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സ്കൂള് പണിതത് ആശാന്റെ പിതാവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരാണ് സ്കൂൾ നിർമ്മിച്ചത്. അന്നിവിടെ അതിലെ ആദ്യത്തെ പഠിതാക്കളിൽ, ആ സ്കൂളിലെ ആദ്യത്തെ പഠിതാക്കളിൽ വരുന്നതാണ് ആശാൻ. അന്നിവിടെ അധ്യാപകരായിരുന്നത് മിക്കവാറും സവർണ ജാതിയിൽപ്പെട്ടവരായിരുന്നു. നാവായിക്കുളം കുമാരപിള്ള, വെമ്പായം പപ്പുപിള്ള, മടവൂർ സി നാരായണ പിള്ള തുടങ്ങിയവരൊക്കെ അന്ന് അധ്യാപകരായി അവിടെ ഉണ്ടായിരുന്നവരാണ്. ഇവരുടെ എല്ലാം വാത്സല്യ ഭാജനമായിരുന്നു കുമാരൻ. കുമാരന് ഗുരുനാഥന്മാരോടും അതിരറ്റ ബഹുമാനമാണ് ഉണ്ടായിരുന്നത്. ഈ വെമ്പായം പപ്പുപിള്ളയിൽ നിന്നാണ് ആശാൻ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയത്. അതുപോലെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു മടവൂർ സി നാരായണ പിള്ള. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനുമായിരുന്നു. ഇദ്ദേഹം റിട്ടയർ ചെയ്ത സന്ദർഭത്തിൽ കുമാരനാശൻ ഒരു മംഗള ആശംസ എഴുതി മലയാള മനോരമയിൽ പ്രസിദ്ധം ചെയ്തിരുന്നു അന്ന്. അതുപോലെ തന്നെ അന്ന് സ്കൂൾ ഇൻസ്പെക്ടർ ആയിരുന്നത് സി കൃഷ്ണപിള്ള BA ആണ്. അദ്ദേഹമാണെങ്കിൽ നായർ സമുദായത്തിന്റെ ഉദ്ധാരകൻ, സാഹിത്യകാരൻ, പത്രാധിപർ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നിങ്ങനെ പല നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഇദ്ദേഹമാണ് കുമാരനാശാന്റെ കഴിവുകൾ ആദ്യമായി കണ്ടറിഞ്ഞത് എന്ന് കരുതണം. 14ാം വയസ്സിൽ 4ാം ക്ലാസ് ജയിച്ച കുമാരനെ ഇതേ സ്കൂളിൽ അധ്യാപകനായി നിയമിച്ചത് ഈ സി കൃഷ്ണപിള്ളയായിരുന്നു. CKP എന്ന ചുരുക്കപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് കുമാരൻ ആശാനായത്. അതൊക്കെ നിങ്ങൾക്ക് മിക്കവാറും പേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ 10 മാസക്കാലം മാത്രമേ ആ ജോലിയിൽ തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. സർവീസ് നിയമപ്രകാരമുള്ള വയസ്സ് തികയാത്തതിനാൽ ജോലി നഷ്ടപ്പെട്ടു. എങ്കിലും ഈ സി കൃഷ്ണപിള്ളയോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ അദ്ദേഹത്തിന്റെ അന്ത്യം വരെയും ആശാൻ കാത്തു സൂക്ഷിച്ചു എന്നതാണ് സത്യം. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് മാറ്റം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തിരുവനന്തപുരത്തേക്ക് മാറ്റം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു എന്നും കൃതകൃത്യരായ ഉദ്യോഗസ്ഥന്മാർ തിരുവിതാംകൂർ 2-3 പേരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരാൾ CKP ആയിരിക്കുമെന്നും ആശാൻ വിവേകോദയത്തിൽ എഴുതി. അതുപോലെ CKPയുടെ ചരമത്തിൽ അനുശോചിച്ചുകൊണ്ട് വിവേകോദയത്തിൽ എഴുതിയ കുറിപ്പ്
ആ ധീരനായ സമുദായ പരിഷ്കാരിയെ പ്രശംസിക്കുന്നതും അദ്ദേഹത്തിന്റെ വേർപാട് നാടിനും തനിക്കും ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടത്തെ സൂചിപ്പിക്കുന്നതുമായിരുന്നു. ഇത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ അധ്യാപകരുടെ കാര്യമാണെങ്കിൽ, ഇനി നമുക്ക് കുമാരനാശാന്റെ ഉപരി വിദ്യാഭ്യാസ കാലഘട്ടം ഒന്ന് നോക്കിയാൽ, അദ്ദേഹം കൽക്കട്ട സംസ്കൃത കോളേജിൽ പഠിക്കുമ്പോൾ ആശാന്റെ മുഖ്യ ഗുരുനാഥൻ എന്ന് പറയുന്നത് പ്രസിദ്ധനായ മഹോപാധ്യായ കാമാഖ്യനാഥ തർക്കവാഗീശ ഭട്ടൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കുറിച്ച് ആശാൻ പലപ്പോഴായി എഴുതിയ കുറിപ്പുകൾ ചേർത്ത് വെച്ച് ആത്മപോഷിണി മാസികയില് ഒരു ജീവചരിത്ര സംഗ്രഹം പ്രസിദ്ധം ചെയ്തിരുന്നു. അതില് ആ ഗുരുശിഷ്യ ബന്ധത്തെ പറ്റി വിശദമാക്കുന്നു. ഈ പണ്ഡിതർക്ക് ശിഷ്യനോട് വളരെ വാത്സല്യമായിരുന്നു. ആശാന്റെ സംസ്കൃത കവിതകൾ വളരെ താല്പര്യത്തോടെ അദ്ദേഹം വായിക്കുമായിരുന്നത്രേ. മാത്രമല്ല, പണ്ഡിതരോട് ആരെങ്കിലും പദ്യം എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അതൊക്കെ ഈ ശിഷ്യനെ കൊണ്ടാണ് എഴുതിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹം പങ്കെടുക്കേണ്ട പല സഭകളിലും പകരക്കാരനായി ഈ കുമാരനെ നിയോഗിച്ചിരുന്നു. ഇങ്ങനെ വാത്സല്യത്താലും ബഹുമാനാദരങ്ങളാലും പരസ്പര പൂരകമായിരുന്നു ആ ബന്ധം. ഇനി നമുക്ക് ആശാൻ സമുദായ ഉദ്ധാരകനായും പത്രാധിപരായും സാഹിത്യകാരനായും ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള സൗഹൃദങ്ങൾ നോക്കാം. ആശാന്റെ ശ്രദ്ധേയമായ ആദ്യ കൃതി വീണപൂവായിരുന്നല്ലോ. വീണപൂവ് എഴുതുമ്പോൾ ആശാന് പ്രായം 35 വയസ്സ്. അന്ന് അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ്. SNDPയുടെ നാവായ വിവേകോദയത്തിന്റെ പത്രാധിപരുമാണ്. നമുക്കറിയാം, പത്രാധിപർ എന്ന നിലയിലാണ് കുമാരനാശാൻ ആദ്യം ജനശ്രദ്ധ നേടുന്നത്. ഇപ്പൊ വീണപൂവ് എഴുതി കഴിഞ്ഞ ഉടൻ അത് സുഹൃത്തായ മൂർക്കോത്തുകുമാരൻ അവർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് തന്റെ പത്രാധിപത്യത്തിലുള്ള മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ അധികം ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ കൃതി ശ്രദ്ധയിൽപ്പെട്ട CS സുബ്രഹ്മണ്യൻ പോറ്റി, നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു വിലാപം എഴുതി മലയാള സാഹിത്യത്തിൽ വിലാപകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അതേ CS സുബ്രഹ്മണ്യൻ പോറ്റി. അദ്ദേഹം അന്ന് വളരെ പ്രചാരവും പ്രസിദ്ധിയും ഉണ്ടായിരുന്ന ഭാഷാപോഷിണിയിൽ, ഭാഷാപോഷിണി ഇന്നും നിലനിൽക്കുന്നതാണ്, ഭാഷാപോഷിണിയിൽ ഒരു മുഖവുരയോടെ പുനഃപ്രസിദ്ധീകരിച്ചു. മുഖവുരയിൽ പറഞ്ഞിരുന്നത്, നവീനങ്ങളും അതിമനോഹരങ്ങളുമായ അനവധി ആശയങ്ങൾ ഈ കാവ്യത്തിലുണ്ട്. അതിനെ അനുഭവരസികന്മാർ തനിയെ വായിച്ചാസ്വദിക്കട്ടെ. ഈ പദ്യങ്ങൾ എത്ര തവണ വായിച്ചാലും അതൃപ്തി വരികയോ അവയ്ക്ക് പഴക്കം തട്ടുകയോ ചെയ്യുന്നതല്ല. ഉത്തമോത്തമമായ ഈ കാവ്യത്തിന്റെ യോഗ്യത അതുതന്നെ പറഞ്ഞുകൊള്ളും എന്നാണ് മുഖവുരയായി കുറിച്ചിരുന്നത്. അതിന്റെ ഒരു സംഗ്രഹം മാത്രമാണ് ഈ പറഞ്ഞത്. അപ്പോ അതിനുശേഷമാണ് സഹൃദയ ലോകം അത് ആസ്വദിച്ചതും ഒരു കോളിളക്കം തന്നെ സാഹിത്യ ലോകത്തിൽ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ഭാഷാപോഷിണിയിൽ വന്ന ഉടൻ തന്നെ അന്ന് ആധുനിക മലയാള സാഹിത്യ ചക്രവർത്തിയായി കരുതപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, അദ്ദേഹം അതിനെ പദ്യ പാഠാവലിയിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ആശാൻ സാഹിത്യ ലോകത്ത് അംഗീകരിക്കപ്പെട്ടതും ആരാധ്യനായ കവിയായി തീർന്നത്. ഇത് കൂടാതെ തന്നെ ആശാനും പോറ്റിയും തമ്മിലുണ്ടായിരുന്ന പാവനമായ സൗഹൃദത്തെക്കുറിച്ച് പോറ്റി തന്നെ എഴുതിയിട്ടുണ്ട്.
വീട്ടിലും പുറത്തുമൊക്കെയായി അനേകം തവണ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെ ഇരുവരും അവരവരുടെ രചനകൾ പരസ്പരം ചൊല്ലിക്കേൾപ്പിക്കുകയും ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. മധുരമായ സ്വരത്തിൽ പ്രശാന്ത രമണീയവും സ്നേഹപൂർണവുമായ രീതിയിലുള്ള ആശാന്റെ സംഭാഷണം ഹൃദയമുള്ള ആർക്കാണ് ആത്മനിർവൃതി നൽകാതിരിക്കുക എന്നാണ് പോറ്റി ചോദിക്കുന്നത്. എന്നാൽ ഇവർക്കിടയിൽ ഒരിക്കൽ ഒരു കലഹമുണ്ടായി. കാരണം ഇതാണ്: വീണപൂവ് എഴുതി പൂർത്തിയാകും മുൻപ് തന്നെ എഴുതിയ ഭാഗങ്ങൾ ആശാൻ പോറ്റിയെ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ഈ കൃതി പൂർത്തിയാകുമ്പോൾ അത് പ്രസിദ്ധം ചെയ്യാനുള്ള അവസരം തനിക്ക് തന്നെ നൽകണമെന്ന് പോറ്റി ആവശ്യപ്പെട്ടു. ആശാൻ അന്നത് സന്തോഷപൂർവ്വം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ കാവ്യം പൂർത്തിയായപ്പോൾ അതിൽ നിന്ന് ഭിന്നമായി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മുർക്കോത്ത് കുമാരന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം അത് മിതവാദിയിൽ പ്രസിദ്ധീകരിക്കുകയുമാണ് ഉണ്ടായത്. അതിന്റെ പേരിൽ പോറ്റിക്ക് സ്വാഭാവികമായും നീരസമുണ്ടായി. അപ്പോൾ ഈ നീരസം നീക്കാനുള്ള ആശാന്റെ ശ്രമം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ മാധുര്യവും മഹത്വവും പൂർണ്ണമായി അനുഭവിക്കാൻ ഇടയായതെന്നാണ് CS സുബ്രഹ്മണ്യൻ പോറ്റി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള ആത്മബന്ധം അങ്ങനെയായിരുന്നു എങ്കിൽ ഇനി പറയാനുള്ളത് P. രാജഗോപാലാചാരിയെ പറ്റിയാണ്. അവരുടെ ആത്മബന്ധത്തിന്റെ കഥയാണ് ഇനി പറയുന്നത്. P. രാജഗോപാലാചാര്യയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് അറിയാവുന്നത് സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ളയെ നാട് കടത്താൻ നിർദ്ദേശിച്ച തിരുവിതാംകൂർ ദിവാൻ എന്ന രീതിയിലാണ് മലയാളികൾ പൊതുവെ അദ്ദേഹത്തെ അറിയുന്നത്. എന്നാൽ അദ്ദേഹം കർമ്മകുശലനായ ഒരു ഭരണതന്ത്രജ്ഞനായിരുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ എന്നും ഓർമ്മിക്കപ്പെടേണ്ടുന്ന സേവനങ്ങൾ ഈ നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈഴവർ തുടങ്ങിയുള്ള പിന്നോക്ക സമുദായങ്ങൾ ഒരിക്കലും മറന്നുകൂടാത്ത പേരാണ് രാജഗോപാലാചാരിയുടേത്. ബ്രാഹ്മണർക്കുള്ള ഊട്ടുപുരകൾ അടച്ചുപൂട്ടി, നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിൽ പുലയർക്ക് കോളനികൾ സ്ഥാപിച്ചു കൊടുത്തു. അവർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. വിദ്യാലയ പ്രവേശനത്തിൽ ഈഴവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കി. യോഗ്യത നേടിയ ഈഴവർക്ക് മിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും ഉയർന്ന ഉദ്യോഗങ്ങൾ നൽകി തുടങ്ങി. മുഹമ്മദീയർക്ക് ഫീസ് സൗജന്യം അനുവദിച്ചു. അധകൃതർക്ക് പ്രജാസഭയിൽ പ്രാതിനിധ്യം നൽകി. അധകൃത സമുദായക്കാരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. കൊല്ലം തിരുവനന്തപുരം തീവണ്ടിപ്പാത തുറന്നുകൊടുത്തു. ഇങ്ങനെ പോകുന്നു ആ മഹാനുഭാവന്റെ സേവനങ്ങളുടെ പട്ടിക. ഇപ്പോൾ രാജഗോപാലാചാരിയുടെ ഇത്തരം പരിഷ്കാര നടപടികളെ വിവേകോദയത്തിലെ മുഖപ്രസംഗങ്ങളിലൂടെ ആശാൻ മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്. ദിവാന് ഗുരുദേവനോടും അതിരറ്റ ബഹുമാനമാണ് ഉണ്ടായിരുന്നത്. 3 തവണ അദ്ദേഹം ശിവഗിരി സന്ദർശിച്ചിട്ടുണ്ട്. SNDP യോഗത്തിന്റെ 5ാമത് വാർഷികം തിരുവനന്തപുരം VJT ഹാളിൽ വെച്ച് നടന്നപ്പോൾ ദിവാൻ ആ സമ്മേളനത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഉദ്യോഗം ഒഴിഞ്ഞു പോയപ്പോൾ ശിവഗിരിയിൽ വെച്ചും ആലുവയിൽ വെച്ചും ആശാന്റെയും മറ്റും നേതൃത്വത്തിൽ അതിഗംഭീരമായ യാത്രയയപ്പുകൾ നൽകി. ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകളും ദിവാന് യാത്രാമംഗളം നേർന്നുകൊണ്ട് ആശാൻ എഴുതി വായിച്ച കവിതയും ഒക്കെയായി അത്തവണത്തെ വിവേകോദയം മാസിക ദിവാൻ സപ്ലിമെന്റ് തന്നെയായിരുന്നു. ആത്മാർത്ഥതയും ആത്മാർപ്പണവുമുള്ള ഒരു സാക്ഷാൽ സാമൂഹ്യ സേവകൻ എന്നാണ്
SNDP യോഗത്തിന്റെ 12ാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ച് ആശാനെ പറ്റി ദിവാൻജി പ്രശംസിച്ചത്. അതുപോലെ 1915 ഊട്ടിയിൽ നിന്നും ആചാരി ആശാൻ അയച്ച കത്തിൽ താങ്കൾ ഒരു നീണ്ട അവധിയെടുത്ത് വിശ്രമിക്കേണ്ടത് ആവശ്യമാണെന്നും അവധിയെടുക്കാൻ മടിക്കരുതെന്നും സ്നേഹപൂർവം ഒരു സഹോദരനെ പോലെ നിർബന്ധിക്കുന്നുണ്ട്. അതുപോലെ ഉദ്യോഗം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ആ യാത്രക്കിടയിൽ കപ്പലിൽ നിന്ന് അദ്ദേഹം ഒരു കത്തയച്ചു. അതിൽ പറയുന്നത് തിരുവിതാംകൂറിൽ ദിവാനായിരുന്ന കാലത്തെ തൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആശാനുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണെന്നാണ്. അതുപോലെ ആശാനും വിവേകോദയത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട്, ആചാര്യയുടെ അസാധാരണമായ ബുദ്ധിശക്തിയും പാണ്ഡിത്യവും സുസമ്മതമായ സാമർഥ്യവും തന്നെ വളരെയേറെ ആകർഷിച്ചിരുന്നു എന്ന്. അപ്പോൾ രാജഗോപാലാചാരിയുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം ഇതാണെങ്കിൽ, ഇനി അദ്ദേഹത്തിന് ശേഷം വന്ന ദിവാനായ മന്നത്ത് കൃഷ്ണൻ നായരെ കുറിച്ച് നമുക്ക് നോക്കാം. മന്നത്ത് കൃഷ്ണൻ നായർ ദിവാനായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിലും മേൽപ്പറഞ്ഞത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം അതിനു മുൻപ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ കാലത്ത് തന്നെ നീതിമാനായ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് ആശാൻ വിവേകോദയത്തിൽ എഴുതിയിരുന്നു. ആശാന്റെ പാണ്ഡിത്യത്തിലും സാമർഥ്യത്തിലും സമുദായ സേവന തൽപരതയിലും കൃഷ്ണൻ നായർക്കും വലിയ മതിപ്പും വിശ്വാസവുമായിരുന്നു. സംഘടന കൊണ്ട് ശക്തരാകാനും വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനും ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആദ്യം ഉടലെടുത്തത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. 100 വർഷം മുൻപ് സ്ഥാപിതമായ നെടുങ്കണ്ട ശ്രീനാരായണ വിലാസ സമാജം ഹൈസ്കൂളാണത്. ഇന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ, ഞാനും ആ സ്കൂളിലെ അധ്യാപികയായിരുന്നു 29 വർഷക്കാലം. ആശാന്റെ പ്രേരണയാൽ ദിവാൻ കൃഷ്ണൻ നായരാണ് അതിന് അനുമതി നൽകിയത്. ദിവാൻ എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ നിർവഹിച്ച ഔദ്യോഗിക കൃത്യനിർവഹണം അതായിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ദിവാന് യാത്രയയപ്പ് നൽകുമ്പോൾ ആശാൻ ഒരു മംഗളഗാനം എഴുതി ചൊല്ലുകയും ചെയ്തു. ദിവാൻ കൃഷ്ണൻ നായരുടെ സ്മാരകാർത്ഥം ഒരു സമ്മാനം ഏർപ്പെടുത്തുന്നതിന് SNDP യോഗത്തിൽ 1000 രൂപ ഏൽപ്പിക്കുക കൂടി ചെയ്തു ആശാൻ എന്ന് പറയുമ്പോൾ ആ സൗഹൃദത്തിന്റെ ഉറപ്പും വലിപ്പവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി അവരുടെ ബന്ധം ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇനി നമുക്കൊക്കെ കുറെ അറിയാവുന്ന മറ്റൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന AR രാജരാജവർമ്മ കൊയ്ത്തമ്പുരാനുമായി ആശാൻ ഉണ്ടായിരുന്ന ഹൃദയബന്ധത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആശാന്റെ നളിനിക്ക് തമ്പുരാൻ എഴുതിയ അവതാരിക തന്നെ അതിനുള്ള വലിയ തെളിവാണ്. ആ നിരൂപണം നമ്മുടെ നിരൂപണ സാഹിത്യത്തെ തന്നെ പുതിയൊരു പാതയിലേക്ക് നയിച്ചു. ARനോട് ആശാനുണ്ടായിരുന്ന ബഹുമാനത്തിന്റെ അടിസ്ഥാനം അറിയണമെങ്കിൽ സാഹിത്യം, ലഘുപാണിനീയം തുടങ്ങിയ ARന്റെ കൃതികൾക്ക് വിവേകോദയത്തിൽ ആശാൻ എഴുതിയ നിരൂപണങ്ങൾ വായിക്കുക തന്നെ വേണം. ഈ തിരുമേനിയുമായി ആശാൻ ഉണ്ടായിരുന്ന അടുപ്പത്തെപ്പറ്റി ആശാൻ സ്മരണകൾ എന്ന ഗ്രന്ഥത്തിൽ ആശാന്റെ ഭാര്യ സഹോദരൻ K. സദാശിവൻ BA പറയുന്നുണ്ട്. ജാതി ചിന്തകളൊന്നും ഉദാരമതിയായ തമ്പുരാനെ തെല്ലും തീണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അകാല നിര്യാണം ആശാനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു.
പിന്നീടുള്ള ദിവസങ്ങളിൽ ആശാൻ ഇതേപ്പറ്റി അല്ലാതെ സംസാരിക്കാറേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആ ദുഃഖം ഉറകൂടിയതാണല്ലോ പ്രരോദനം എന്ന വിലാപകാവ്യം. ആ ഹൃദയങ്ങളുടെ ആത്മ ഐക്യത്തിന്റെ ഏറ്റവും വലിയ തെളിവും അതുതന്നെയാണ്. അതുപോലെ പൊതുപ്രവർത്തനത്തിൽ മുഴുകി ജീവിച്ച ആശാന് സ്വന്തമായി വലിയ കരുതലൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ AR പാഠപുസ്തകമാക്കാൻ പാകത്തിന് ഒരു പുസ്തകം എഴുതാൻ ആശാനെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് ബാലരാമായണം രചിക്കപ്പെട്ടത്. അത് പാഠപുസ്തകമാക്കിയതോടുകൂടി മാന്യമായി ജീവിക്കാനുള്ള തുക ആശാന് ലഭ്യമായി. ഇങ്ങനെ ആശാന് ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരുത്താൻ സഹായിക്കുക കൂടി ചെയ്തു ആ ധന്യചരിതൻ. ഇനി ARന്റെ മാതുലനായിരുന്ന, നേരത്തെ പറഞ്ഞ മലയാള സാഹിത്യ ചക്രവർത്തിയായി വിരാജിച്ചിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനുമായും ആശാൻ സ്നേഹബന്ധത്തിലായിരുന്നു. വീണപൂവ് പദ്യപാഠാവലിയിൽ എടുത്തു ചേർത്തത് തമ്പുരാനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആശാൻ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന കാലത്ത് തമ്പുരാന്റെ പ്രബോധ ചന്ദ്രോദയം നാടകം വിവർത്തനം ചെയ്ത് വിദ്യാവിലാസിനി മാസികയിൽ പ്രസിദ്ധപ്പെടുത്തി. ഇത് കണ്ട തമ്പുരാന് ആ തർജ്ജമ ഇഷ്ടപ്പെടുകയും പ്രശംസിച്ചുകൊണ്ടുള്ള അഭിപ്രായം പരസ്യപ്പെടുത്തുകയും ചെയ്തു. വീണപൂവിന് ശേഷം ആശാൻ എഴുതിയ സിംഹപ്രസവം, ഇത് തമ്പുരാന്റെ രക്ഷാധികാരിത്വത്തിൽ നടന്നിരുന്ന ഭാഷാപോഷിണിയിലാണ് പ്രകാശനം ചെയ്തത്. അതുപോലെ ആശാൻ എഴുതിയ കേരളവർമ്മ തിരുനാൾ മംഗളവും പ്രസിദ്ധമാണല്ലോ. തോട്ടത്തിലെ എട്ടുകാലി, കൊച്ചികിളി മുതലായ കവിതകൾ തമ്പുരാന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന പദ്യപാഠാവലിയിൽ ചേർക്കാൻ വേണ്ടി എഴുതിയവയാണ്. തമ്പുരാനോട് ആശാനുണ്ടായിരുന്ന ബഹുമാനം വ്യക്തമായും പ്രതിഫലിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആകസ്മികമായ വേർപാടിൽ വിലപിച്ചുകൊണ്ട് വിവേകോദയത്തിൽ എഴുതിയ കുറിപ്പ്. മലയാളികളെല്ലാം ഒന്നുപോലെ ജാതി മതഭേദം കൂടാതെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കൃതജ്ഞതയോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്നതായി മറ്റൊരു മഹാപുരുഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് ആശാൻ അന്ന് എഴുതിയത്. ഈ തമ്പുരാന്മാരോടുണ്ടായിരുന്നത് പോലെ തന്നെ ഉള്ള ആത്മബന്ധമുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് മഹാകവി ഉള്ളൂർ S. പരമേശ്വരയ്യർ, ആശാന്റെ മറ്റൊരു ഉറ്റമിത്രം. ആശാൻ കവിതകളെ കുറിച്ച് സുചിന്തിതമായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളവരിൽ പ്രമുഖനാണ് അദ്ദേഹം. ആശാന്റെ വേർപാടിൽ അനുശോചിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ ഉള്ളൂർ നടത്തിയ പ്രസംഗം അത്യന്തം ഹൃദയസ്പർശിയായിരുന്നു എന്നാണ് പറയുന്നത്. ചണ്ടാല ഭിക്ഷുകിക്ക് ആശാൻ അവതാരിക എഴുതിച്ചതും ഉള്ളൂരിനെ കൊണ്ടായിരുന്നു. രുക്മാംഗത ചരിതം എന്ന പേരിൽ ഒരു മഹാകാവ്യമുണ്ട്. അത് എഴുതിയത് പന്തളത്ത് തമ്പുരാനാണ്. ഈ പന്തളത്ത് തമ്പുരാൻ ഇവർ രണ്ടുപേരുടെയും, ആശാന്റെയും ഉള്ളൂരിന്റെയും സുഹൃത്തായിരുന്നു. തിരുവനന്തപുരത്ത് കൈതമുക്കിൽ തമ്പുരാനൊരു വീടുണ്ടായിരുന്നു. ഇവിടെ ഇവർ മൂവരും ഒത്തുകൂടി സാഹിത്യ ചർച്ചകൾ നടത്താറുണ്ടായിരുന്നു. കൂടാതെ ഒരു മുസൽമാന്റെ മനോഹരമായ കാളവണ്ടിയിൽ മൂന്നുപേരും ഒരുമിച്ച് സായാഹ്ന സവാരിക്ക് പോകാറുണ്ടായിരുന്നുവെന്ന് ഉള്ളൂരിനെ കുറിച്ചുള്ള സ്മരണകളിൽ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ മഹാദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉള്ളൂരിന്റെ ഉമാകേരളം മഹാകാവ്യത്തെയും പന്തളത്ത് തമ്പുരാന്റെ രുക്മാംഗത ചരിതം മഹാകാവ്യത്തെയും വിവേകോദയത്തിലൂടെ നിശിതമായി വിമർശിച്ചിട്ടുമുണ്ട് നമ്മുടെ ആശാൻ. എന്നാൽ വിശാല ഹൃദയരായ ആ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ബന്ധത്തെ അത് ഒരു രീതിയിലും ബാധിച്ചില്ല. എന്നാൽ വള്ളത്തോളിന്റെ ചിത്രയോഗത്തെ വിമർശിച്ചപ്പോൾ
അന്നത് വർഗീയ വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണെന്ന് വരുത്താൻ ശ്രമിച്ചിരുന്നു. അതൊരുപക്ഷെ വള്ളത്തോളിന് ആശാനോടുണ്ടായിരുന്ന മനോഭാവം മൂലമാകാം. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റൊരു സൗഹൃദത്തെ കുറിച്ചാണ്. ജി രാമൻ മേനോൻ MA. അദ്ദേഹം സാഹിത്യ പ്രവർത്തകൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, പത്രാധിപർ, രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലെല്ലാം കീർത്തി നേടിയിരുന്ന വ്യക്തിയാണ്. ഈ മേനോൻ ആശാന്റെ നളിനിക്കും ലീലയ്ക്കും നിരൂപണം എഴുതിയിട്ടുണ്ട്. മേനോന്റെ ആധിപത്യത്തിൽ നടന്നിരുന്ന അധ്യാപകൻ എന്ന പേരിലുള്ള മാസികയിലാണ് ഇവ പ്രസിദ്ധീകരിച്ചത്. അതിന്റെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതിന്റെ അവസാനത്തില് മേനോൻ അതിൽ എഴുതി, നളിനിയിലും ലീലയിലുമുള്ളത് മനുഷ്യ ജീവിതത്തിലെ അസാധാരണ സംഭവങ്ങളാണ്. എന്നാൽ ഇക്കാലത്തെ സാധാരണ സംഭവങ്ങളെ വിവരിക്കുന്ന ചില കാവ്യങ്ങൾ കൂടി എഴുതി കണ്ടാൽ കൊള്ളാമെന്ന് താല്പര്യപ്പെടുന്നു എന്നാണ് എഴുതിയത്. തന്റെ പ്രിയ സ്നേഹിതന്റെ ഈ അഭിപ്രായ പ്രകടനത്തിന് ശേഷമാണ് ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി തുടങ്ങി കാലിക പ്രശ്നങ്ങൾ കൂടി പ്രതിപാദിക്കുന്ന കാവ്യങ്ങൾ ആശാൻ എഴുതിയത്. അതുപോലെ മേനോന്റെ ആവശ്യപ്രകാരമാണ് മിന്നാമിനുങ്ങ് എന്ന കവിത എഴുതിയത്. മേനോന്റെ മേൽനോട്ടത്തിൽ കായംകുളത്ത് നിന്നും പൗരൻ എന്നൊരു പത്രികയും ഇറങ്ങിയിരുന്നു. അതിൽ ആശാനെ പറ്റി ധാരാളം നല്ല പഠനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി വേറൊരു മേനോനെ കുറിച്ചാണ് പറയുന്നത്, കുന്നത്ത് ജനാർദ്ദന മേനോൻ. അദ്ദേഹത്തിന് ആശാനുമായിട്ടുണ്ടായിരുന്ന സ്നേഹബന്ധവും പ്രസിദ്ധമാണ്. മേനോൻ ഈ വിവേകോദയത്തിലെ ഒരു എഴുത്തുകാരനുമായിരുന്നു. മേനോന്റെ മഹാഭാരതം കഥയെപ്പറ്റിയും കുചേലൻ എന്ന കാവ്യത്തെക്കുറിച്ചും വളരെ പ്രശംസിച്ച് ആശാൻ വിവേകോദയത്തിൽ എഴുതുകയുണ്ടായി. ഗ്രന്ഥ നിരൂപണ വിഷയത്തിൽ ആശാൻ ഒരു ദോഷൈക ദൃക്കാണ് എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ആ ധാരണയൊക്കെ ഇത് വായിച്ചാൽ മാറിക്കൊള്ളും എന്നാണ് പറയുന്നത്. ആശാന്റെ ജീവിതത്തെയും സാഹിത്യ സപര്യകളെയും പുരസ്കരിച്ച് കുമാരനാശാൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥം 1933 ജനാർദ്ദന മേനോൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരാൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ MA കാരൻ എന്ന പ്രസിദ്ധി നേടിയ K പരമപിള്ളയാണ്. അദ്ദേഹത്തിന് ആശാനോട് വലിയ പ്രിയമായിരുന്നു. അദ്ദേഹം പേരെടുത്ത ഒരു സാഹിത്യകാരനുമാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ അദ്ദേഹം ഈഴവർക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ നടപടികളെ വിവേകോദയത്തിലൂടെ പല കുറി ആശാൻ സ്തുതിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. പന്തളത്ത് തട്ടയിൽ സ്കൂളിലും തലവടി ആനപ്ര സ്കൂളിലും ഈഴവർക്ക് പ്രവേശനം നൽകുന്നതിൽ സ്ഥലത്തെ നായർ പ്രമാണിമാർ വിരോധിച്ചു. പരമപിള്ള അതിനെ ശക്തിയായി എതിർത്ത് പരാജയപ്പെടുത്തി. ഇതേപ്പറ്റി ആശാൻ വിവേകോദയത്തിൽ എഴുതി, കൃത്യബോധത്തോടും ധൈര്യത്തോടും സ്ഥലത്തെ ശക്തരായ നായർ പ്രമാണിമാരുടെ വിരോധത്തെ എതിർത്ത് നിന്ന് വേണ്ടതെല്ലാം പ്രവർത്തിച്ച റീജന്റ് ഇൻസ്പെക്ടർ K പരമപിള്ള അവർക്ക് ഞങ്ങൾ വന്ദനം പറയുന്നു എന്ന്. ഇനി മറ്റൊരാൾ പ്രരോദനത്തിന് അവതാരിക എഴുതിയ നന്ദ്യാരു വീട്ടിൽ പരമേശ്വരൻ പിള്ളയാണ്. സാഹിത്യരംഗത്ത് ആശാന്റെ വേറൊരു സഖാവ് അദ്ദേഹമായിരുന്നു. വളരെ ചെറുപ്പം മുതലേ ഉള്ളതായിരുന്നു അവരുടെ സൗഹൃദം. വിദ്യാവിലാസിനി മാസികയുടെ പത്രാധിപത്യം അദ്ദേഹത്തിനായിരുന്നപ്പോൾ അതിൽ ഖണ്ഡശ പ്രസിദ്ധം ചെയ്യാനാണ് ആശാൻ വലിയ കോയി തമ്പുരാന്റെ പ്രബോധചന്ദ്രോദയം നാടകം തർജ്ജമ ചെയ്തത്. ആ നാടകത്തിന്റെ അവതാരികയിൽ നന്ദ്യാരു വീടർ അത് രേഖപ്പെടുത്തുന്നുണ്ട്.
ഇനി മറ്റൊരു സുഹൃത്ത് ആയുർവേദം, ജ്യോതിഷം, സാഹിത്യം എന്നീ വിഷയങ്ങളിൽ അഗാധ പണ്ഡിതനായിരുന്ന കോളത്തേരി ശങ്കരമേനോനാണ്. 1093 മേനോനെ തിരുവിതാംകൂർ ആയുർവേദ വകുപ്പ് അധ്യക്ഷനായി നിയമിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസമാക്കി. ഈ അവസരത്തിലാണ് അദ്ദേഹം ആശാനുമായി പരിചയപ്പെടുന്നത്. ചണ്ടാല ഭിക്ഷുകിയുടെ ഒരു പ്രതി ആശാൻ കോളത്തേരിക്ക് അയച്ചു കൊടുത്തു. അതിലെ പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്ന ഭാഗം വായിച്ചപ്പോൾ കോളത്തേരിക്ക് അറിയാതെ കണ്ണ് നിറയുകയും തുടർന്ന് വായിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. പിറ്റേ ദിവസമേ ഗ്രന്ഥം പൂർണ്ണമായി വായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ആശാൻ മേനോനെ കാണാനെത്തി. അദ്ദേഹം ഇക്കാര്യം ആശാനോട് പറഞ്ഞു. അപ്പോൾ ആശാൻ പറഞ്ഞത് താൻ ഈ ഭാഗം എഴുതിയത് കണ്ണീർ വർഷിച്ചുകൊണ്ടായിരുന്നു എന്നാണ്. എങ്കിൽ താൻ ആശാൻ ഒരു ബിരുദ നാമം നൽകുന്നു എന്ന് പറഞ്ഞു. സുഹൃതഹാരം കുമാരനാശാൻ എന്ന ഒരു പേര് നൽകുകയാണ് മേനോൻ. ആശാൻ കഴുത്തു കുനിച്ച് കണ്ടത്തിൽ അർപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞത്രേ. സുഹൃതഹാരം അന്തരാത്മാവിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് മേനോന്റെ മറുപടി കേട്ട് ആശാൻ പുഞ്ചിരിച്ചു അത്രേ. അന്ന് കോളത്തേരി കുമാരനാശാന് സമ്മാനിച്ച തന്റെ തന്നെ ചില കൃതികളിൽ സുഹൃതഹാരം കുമാരനാശാൻ അവർക്ക് എന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരാൾ വൈക്കം എ പരമേശ്വരൻ പിള്ള. അദ്ദേഹവും ആശാന്റെ അടുത്ത മിത്രമായിരുന്നു. ആശാന്റെ നായികമാർ അഥവാ കാവ്യനിരൂപണം എന്നൊരു ഗ്രന്ഥവും 1930 ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1103 വൃശ്ചികം ലേഖം അരുണോദയം മാസികയിൽ പരമേശ്വരൻ പിള്ള എഴുതിയിട്ടുള്ള ആശാൻ സ്മരണകൾ നല്ലൊരു ആശാൻ പഠന സഹായിയായാണ് കരുതുന്നത്. ഇനി മറ്റ് 2 പ്രമുഖർ CV രാമൻപിള്ളയും EV കൃഷ്ണപിള്ളയുമാണ്. മാർത്താണ്ഡവർമ്മയൊക്കെ എഴുതിയ CV രാമൻപിള്ള, അതുപോലെ പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനായിരുന്ന EV കൃഷ്ണപിള്ള. CV-യോട് ആശാനുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴം നിന്നുപോയ നാദം എന്ന പേരിൽ ആശാൻ രചിച്ച കവിതയിൽ കാണാം. വെയിൽസ് രാജകുമാരനിൽ നിന്നും പട്ടും വളയും സ്വീകരിക്കുന്നതിന് പോകും മുമ്പ് CV-യോട് യാത്ര ചോദിക്കാനായി ആശാൻ ചെന്നു. പോകുവാനായി ആശാൻ എഴുന്നേറ്റപ്പോൾ CV ആശാനെ ആലിംഗനം ചെയ്ത് കൈകൾ രണ്ടും ശിരസിൽ ചേർത്ത് അശ്രുപൂർണനായി അനുഗ്രഹങ്ങൾ നൽകി. അതായിരുന്നു അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ഇനി ഹാസ്യ സാഹിത്യ സമ്രാട്ടായ EV-യുമായുള്ള സ്നേഹകഥയുടെ മാധുര്യവും മഹനീയതയും മനസ്സിലാക്കണമെങ്കിൽ തോന്നയ്ക്കൽ ശാരദാ ബുക്ക് ഡിപ്പോ പ്രസിദ്ധപ്പെടുത്തിയ ആശാൻ സ്മാരക ഗ്രന്ഥത്തിൽ 1949 പ്രസിദ്ധപ്പെടുത്തിയത് അതിൽ എടുത്തു ചേർത്തിട്ടുള്ള EV-യുടെ ആശാൻ സ്മരണകൾ നോക്കിയാൽ മതിയാകും. ഇനിയുമുണ്ട് അനേകം സവർണ സൗഹൃദങ്ങൾ. ചിന്താവിഷ്ടയായ സീതയ്ക്ക് അവതാരിക എഴുതിയ പണ്ഡിതരാജനായ ആറ്റൂർ കൃഷ്ണപിഷാരടി, ദുരവസ്ഥ പുറത്തിറങ്ങിയപ്പോൾ അതിനെ സഹർഷം സ്വാഗതം ചെയ്ത പ്രൊഫസർ P ശങ്കരൻ നമ്പ്യാർ, കൂടാതെ A ഗോപാലമേനോൻ, M രാമവർമ്മ തമ്പാൻ, T രാമലിംഗം പിള്ള, TK വേലുപ്പിള്ള, CNA രാമയ്യ ശാസ്ത്രി, R ഈശ്വരപിള്ള, EV രാമൻ നമ്പൂതിരി തുടങ്ങിയ പണ്ഡിത ശ്രേഷ്ഠന്മാരെല്ലാം ആശാന്റെ പ്രതിഭാവിലാസത്തോട് ആദരണീയമായ ആഭിമുഖ്യം പുലർത്തിയിരുന്നു. അതിന് രേഖകളുമുണ്ട്.
ആശാന് മംഗളം ആശംസിച്ചുകൊണ്ട് EV രാമൻ നമ്പൂതിരി എഴുതിയ ഒരു പദ്യം ചൊല്ലിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അമാനുഷോത്കൃഷ്ട ഗുണങ്ങൾ തിങ്ങിടും പ്രമാണിമാരും പ്രണയപ്പെടും വിധം സ്വമാതൃഭാഷയ്ക്ക് വളർച്ച നൽകിടും കുമാരനാശാൻ ഉദകം പുലർത്തണേ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും സാമൂഹിക രംഗത്തും സാഹിത്യ രംഗത്തും സവർണ പണ്ഡിതന്മാരിൽ നിന്നും ആശാന് ധാരാളം സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിച്ചിരുന്നു എന്ന് വ്യക്തമാണല്ലോ. ഇനി ചുരുക്കം ചിലരിൽ നിന്നും ഉണ്ടായിട്ടുള്ള എതിർപ്പിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ആശാന്റെ പുരോഗമന ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം. നന്ദി, നമസ്കാരം.